വചനമൊഴി ഫെബ്രുവരി 28. വചനഭാഗം 1 കോരിന്തോസ് 15:39-49, മത്തായിയുടെ സുവിശേഷം 25:31-40. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എല്ലാ ദൂതന്മാരോടും കൂടെ മനുഷ്യപുത്രൻ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ചു കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ഭക്ഷിക്കാൻ നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, അന്നീതെ തിരുനാൾ എന്നറിയപ്പെടുന്ന സകല മരിച്ചവരുടെയും തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ് ഇന്ന്. നോമ്പുകാലം ആചരിക്കുന്നതിന് മുൻപ് മരണം മൂലം നമ്മളിൽ നിന്ന് വേർപെട്ടുപോയി കർത്താവിനോടുകൂടി ആയിരിക്കുന്ന എല്ലാവരെയും അനുസ്മരിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസം. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരും ദൈവസന്നിധിയിൽ ആണ്. നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരും ദൈവസന്നിധിയിലാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന ഈ ആരാധന, നമ്മുടെ പ്രാർത്ഥന എല്ലാവരും കൂടിയാണ് അർപ്പിക്കുന്നത്. സഭാ സമൂഹം മുഴുവനുമായാണ് അർപ്പിക്കുന്നത്. സഭ ഇപ്രകാരം സകല മരിച്ചവരെയും അനുസ്മരിക്കുമ്പോൾ മരണശേഷം ഒരു വിധി ഉണ്ട് എന്നും ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കുമെന്ന സന്ദേശമാണ് ഇന്ന് സുവിശേഷം നൽകുന്നത്. സ്വർഗരാജ്യ പ്രവേശനത്തിലുള്ള സിലബസായി, മാർഗരേഖയായി സുവിശേഷം ഈശോ നൽകി. നാം ചെയ്യുന്ന ഓരോ സത്കൃത്യങ്ങളും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഉള്ളതാക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം. സഹോദര സ്നേഹത്തിലൂടെ ഈശോയോടുള്ള സ്നേഹം പ്രകടമാക്കുന്നതിനും നമ്മുടെ അനുദിന പ്രവൃത്തികളിലൂടെ സ്വർഗരാജ്യ പ്രവേശനത്തിന് യോഗ്യമാകുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിന്റെ കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.